ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ഒരു പി വി അൻവറിന്റെ 2 പത്രിക TMCയുടെ ടീം നൽകി 2 പത്രിക തള്ളിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ അറിഞ്ഞു, ഞാൻ ആ മീറ്റിങ്ങിലായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടായോ? ഓ സോറി, ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം സ്വതന്ത്ര മുന്നണി രൂപീകരിച്ചിട്ടുണ്ടല്ലോ. നോക്കൂ, ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചതാരാ? അദ്ദേഹമല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ ദിവസങ്ങളായി വാദപ്രതിവാദങ്ങളും ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഘടകമല്ല. ഈ അൻവർ എന്നുള്ളത് നിലമ്പൂരിൽ, കേരളത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊരു ഘടകമല്ല. അത് ഘടകമായിട്ടുള്ളത് UDFനും ബന്ധപ്പെട്ട ആളുകൾക്കാണ്. അവരോട് സംസാരിക്കുക. ഞങ്ങൾക്ക് ഇതൊരു ഘടകമല്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. ബഹുമാനപ്പെട്ട M. സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 3-4 ദിവസമായി നിലമ്പൂരിൽ നടക്കുക. ഒരു സംശയവും വേണ്ട. ജനങ്ങൾ ആ രീതിയിലാണ് സ്വരാജിനെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ KC വേണുഗോപാലിൻ്റെ പ്രസംഗത്തിനകത്ത് മലപ്പുറം ജില്ലയെപ്പറ്റി മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശമുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതും പാണക്കാട് കുടുംബം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിൻ്റെ ആ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റൊരു കാര്യം പറയും. നിലമ്പൂരും മലപ്പുറവും ഏറനാടും ഒക്കെ തന്നെ 1921 ആദ്യമായി സാമ്രാജ്യത്വത്തിനെതിരായി കർഷക പ്രക്ഷോഭം നയിച്ചതാണ്. നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് ഏറനാടൊക്കെ തന്നെ. ഏറ്റവും ദേശീയതയിൽ ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ്. ധാരാളം ധീരദേശാഭിമാനികൾ വീരമൃത്യു അടഞ്ഞ സ്ഥലമാണ്. അതേക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ ചെറിയൊരു മലപ്പുറം പരാമർശമൊന്നും ആ നിലമ്പൂർ ഇലക്ഷനിൽ ഇപ്പോൾ വില പോകുന്നില്ല. നിലമ്പൂരിൽ മലപ്പുറമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. നിലമ്പൂരിലെ വികസനവും കേരള വികസനവുമാണ്. കേരള സംസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 9 വർഷമായി എന്ത് നടന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 16 മുമ്പ് കോൺഗ്രസ് ആയിരുന്നു നിലമ്പൂരിലുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ MLA-മാരായിരുന്നു. അവിടെ അവരെന്ത് ചെയ്തു? ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ചെയ്ത ഓരോ കാര്യങ്ങളും എടുത്തു പറയാൻ LDF തയ്യാറാണ്. അതാണ് ചർച്ച ചെയ്യേണ്ടത്. മലപ്പുറത്ത് ആരെന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു, ഇതെല്ലാം സാധാരണയായി ഉണ്ടാകുന്ന വാദപ്രതിവാദങ്ങൾ. ഇതൊന്നും ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രം കണ്ടാൽ മതി. ഞങ്ങളൊക്കെ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. മലപ്പുറത്തെ ജനങ്ങളും അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. ചിലപ്പോൾ KC ഡൽഹിയിൽ താമസിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയണ്ടാവില്ല. അല്ല, അത് വരും. ആ കാര്യം പറയേണ്ടത് സ്പോൺസറാണ്. അദ്ദേഹം പറയും. ഇതിപ്പോൾ ഇലക്ഷനും റെയിലും എല്ലാം കൂടി നമുക്ക് കൂട്ടിക്കൊടുക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കോൺഗ്രസ് 47 ശേഷം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ ഭരണം ഉണ്ടായി. ഒരു സംസ്ഥാനങ്ങളിലെങ്കിലും ഒരു ക്ഷേമ പെൻഷൻ ഇത്ര വർഷത്തിനുള്ളിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുന്നു. 1600 രൂപ പെൻഷൻ കൊടുക്കുന്നു. ഇന്ന് കർണാടകയിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. ഈ പറയുന്ന KC കൈക്കൂലിയോ മറ്റോതൊക്കെ വരട്ടെ, ഈ സാധാരണക്കാരായ ഏറ്റവും പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് 1 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ കഴിഞ്ഞു? ആദ്യം കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനം നടത്തിയതിന് ശേഷം ഇവിടെ വന്ന് വിമർശിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഡൽഹിയിൽ മാത്രം താമസിക്കുന്നത് കേരളത്തിലെ വിവരങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന് അറിയില്ല എന്ന്. അതാണ് ഈ മലപ്പുറം പരാമർശം, ക്ഷേമ പെൻഷനൊക്കെ എടുത്തു വരുന്നത്. അദ്ദേഹം ഈ കൈക്കൂലിയും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്കറിയില്ല. കേരളത്തിലെ 60 ലക്ഷത്തിലധികം പേർക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ കൈക്കൂലിയാണെന്നൊക്കെ ആരോപിക്കുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ അധിക്ഷേപിക്കുകയാണ്. എത്രയും ഒരു 60 വയസ്സിന് പ്രായത്തിന് മേലുള്ള ആളുകളെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് KC വേണുഗോപാൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കണമെന്നാണ്. അതൊരു ശരിയായ പ്രസ്താവനയാണ്. പാവങ്ങളുടെ നെഞ്ഞത്തടിക്കുന്ന അല്ലെങ്കിൽ വയറ്റത്തടിക്കുന്ന പ്രസ്താവനകൾ ഇവർ ഇലക്ഷൻ്റെ പേരിൽ ഇതെല്ലാം അഴിച്ചുവിടാൻ പാടില്ല. ആരെങ്കിലും അംഗീകരിക്കാൻ പോകുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ? അതൊന്നുമില്ല.